ചേട്ടൻ്റെ ഉദ്ദേശമെന്താ? പെണ്ണ് കെട്ടാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ അത് പറ. എനിക്കെൻ്റെ ഭാവി നശിപ്പിക്കാൻ പറ്റില്ല. അനിയൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടായെങ്കിലും ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏട്ടൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ. ഏട്ടനെ പെണ്ണ് കിട്ടുന്നവരെ കാത്തിരുന്നിട്ടും നിൻ്റെ ഭാവി കളയണ്ട എന്നും പറഞ്ഞ് അമ്മയാക്കിയ ചോറുമെടുത്ത് ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങി. മനസ്സിനൊരു ഭാരം പോലെ. അനിയൻകുട്ടൻ്റെ ശബ്ദത്തിനൊക്കെ തന്നെ വേദനിപ്പിക്കാൻ വിധം മൂർച്ച വന്നിരിക്കുന്നു. അച്ഛൻ പോയപ്പോഴാണ് അറിഞ്ഞത് പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി വീടിൻ്റെ ആധാരം സഹകരണ ബാങ്കിൽ വെച്ചത് കുടിശ്ശികയായി കിടക്കുകയാണെന്ന്. പറമ്പിലെ നാളികേരവും അടക്കയും കൊടുത്ത് കിട്ടുന്നത് കൊണ്ട് പലിശ പോലും അടച്ചു തീർക്കാൻ പറ്റാത്ത അത്രയായി എന്നും മനസ്സിലാക്കിയപ്പോഴാണ് പകുതിക്ക് വെച്ച് പഠിപ്പ് നിർത്തി രാഘവേട്ടൻ്റെ തടിമില്ലിൽ പണിക്ക് പോയി തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ അനിയൻകുട്ടൻ്റെ പഠിപ്പും പെങ്ങളുടെ കൊച്ചിൻ്റെ 28 കെട്ടും പിന്നാലേക്ക് വന്നപ്പോൾ ബാങ്കിലെ കടം വീടാൻ വർഷങ്ങൾ പോയി. അതിൻ്റെ ഇടയിൽ നെഞ്ചോട് ചേർത്ത് വെച്ചവളെ നഷ്ടപ്പെട്ടു. ഇഷ്ടക്കുറവ് കൊണ്ടല്ല, നിവർത്തികോട് കൊണ്ടും അല്ലെങ്കിലും സ്കൂൾ മാഷിൻ്റെ മോളെ ഒരു തടിമില്ലിലെ പണിക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ മാഷ് തയ്യാറല്ലായിരുന്നു. അവളുടെ കവിളത്ത് പതിഞ്ഞ മാഷിൻ്റെ വിരകളുടെ പാലിലും അവൾ പിടിച്ചു നിന്നിരുന്നു. എന്നോട് സ്നേഹം ഭ്രാന്താക്കിയവൾ അനുഭവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാതെ സ്വയം ഒഴിവായതാണ്, യാത്രയാക്കിയതാണ്. മറക്കാൻ ശ്രമിച്ചിട്ടില്ല ഇന്നേ വരെ. അതിനാലാവും ആ ഓർമ്മകൾ നീറി ഇന്നും ജീവിക്കുന്നത്. സ്നേഹം കൊണ്ട് തോറ്റുപോയാലും എന്തെങ്കിലും വിജയിക്കണമെന്ന വാശിയായിരുന്നു. അതുകൊണ്ടാണ് തടിമില്ലിലെ ജോലി കഴിഞ്ഞിട്ട് ടൗണിലേക്കുള്ള വെള്ളം വണ്ടി ഓടിക്കാൻ പോയത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കർമ്മം കൊണ്ട് ഞാൻ ജയിച്ചിരിക്കുന്നു. നല്ലൊരു വീടായി, വണ്ടികളായി, അനിയൻ എഞ്ചിനീയറായി. 10ാം ക്ലാസ് പാതിക്ക് നിർത്തിയവന് ഇതെല്ലാം വലിയ നേട്ടങ്ങൾ തന്നെയാണ്. സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ കൂടെ വയസ്സും പോയിരുന്നു. വൈകിട്ട് വന്നപ്പോൾ അമ്മ ഉമ്രത്തിരിപ്പുണ്ടായിരുന്നു. പതിവ് കട്ടൻ കാപ്പി കുടിക്കുമ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, നമ്മുടെ അനിയൻകുട്ടൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അമ്മയോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഓഫീസിലെ ഒരു കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണത്രേ. എന്നോട് 1-2 തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫോണിൽ ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കത് നോക്കിയാലോ? അതിപ്പോൾ എങ്ങനെടാ? നീ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയുടെ ഉത്തരത്തിൽ തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത മനസ്സിൻ്റെ വീർപ്പുമുട്ടലുണ്ടായിരുന്നു. എൻ്റെ അമ്മേ, അതിപ്പോൾ പഴയ കാലമൊന്നുമല്ല. എത്രയിടത്ത് എങ്ങനെ നടക്കുന്നു. നമ്മുടെ വെള്ളം വണ്ടി ഓടിക്കുന്ന രമേശേട്ടൻ്റെ മൻ വിവേക് ഒരാളോട് പോലും പറയാതെയല്ലേ ആ അക്ഷയ സെൻറ്ററിൽ കുട്ടീനെയും കൂട്ടി വീട്ടിൽ വന്നത്. രമേശേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീടിൻ്റെ മുൻപിൽ ആൾക്കൂട്ടം കണ്ട് പേടിച്ചു. വയ്യാണ്ട് കിടക്കുന്ന അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയതാവുമെന്ന് ഓടിക്കെത്തിച്ച് ചെന്ന് നോക്കിയപ്പോൾ എന്താ, മോൻ ചെറുതായൊന്ന് കല്യാണം കഴിച്ചതാണെന്നും അവൻ്റെ മൂത്തവൻ ഇപ്പോഴും പെണ്ണ് കണ്ട് നടക്കുക. അപ്പോൾ അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നമുക്കിത് നടത്താം എന്നും പറഞ്ഞ് ഞാൻ തോർത്തും സോപ്പും എടുത്ത് കുടക്കളവിലേക്ക് പോയി. അവിടെ കണ്ണനും അപ്പുവാശാനും നേരത്തെ എത്തിയിരുന്നു. എന്താടാ വൈകിയേ? അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. നമ്മുടെ അനിയൻകുട്ടനൊരു കല്യാണക്കാര്യം അടിപൊളി. അപ്പോൾ നമ്മുടെ നാട്ടിൽ വീണ്ടും ഒരു അപ്പുവാശാൻ ജനിക്കാൻ പോകണല്ലേ? അവൻ്റെ ചോദ്യത്തിന് അപ്പുവാശാനാണ് മറുപടി പറഞ്ഞത്. അല്ലെങ്കിലും കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കുമ്പോൾ അങ്ങനെയാടാ. ഇഷ്ടങ്ങളില്ലാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെക്കുന്നത്. എല്ലാം ഒതുങ്ങുമ്പോഴേക്കും കാലം കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് നീ പറഞ്ഞ പോലെ അപ്പുവാശാന്മാർ ഉണ്ടാകുന്നത്. അയ്യയ്യേ, സെൻറ്റിമെൻ്റലാകല്ലേ പോയേട്ടാ. ഇതിപ്പോൾ ശ്രീയേട്ടനും ചേട്ടനും ഈഗോ ആയിട്ടല്ലേ? ഇല്ലെങ്കിൽ ബാല്യകാല സഖി എപ്പോഴോ ഇവിടെ എത്തി തന്നെ ഉണ്ടല്ലോ. അവനെ ഞാനൊന്ന് തറപ്പിച്ച് നോക്കിയപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കുളത്തിലേക്ക് ഒറ്റച്ചാട്ടം. അപ്പുവാശാൻ അത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ലടാ, അവൻ പറഞ്ഞാലും കാര്യമില്ലേ? ആ കുട്ടി എത്ര കാലമായി ബന്ധം പിരിഞ്ഞ് നിൽക്കണോ? മാഷ് ഗൾഫുകാരൻ്റെ പത്രാസ് കണ്ടപ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ കെട്ടിച്ചു കൊടുത്തതാ. അവന് മാനസികമായി പ്രശ്നമുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ കാണാറുണ്ട് ശ്രീ, അവളുമ്മടെ പുഴക്കരയിലെ കണ്ണൻ്റെ അമ്പലത്തിൽ വരാറുണ്ട്. ആ മുഖത്ത് ചിരിയൊക്കെ പോയി സംസാരമൊന്നും ഇല്ലയെന്നാണ് പറയണേ. മാഷുകൾ പോലും പാവം കുട്ടി. നിനക്കൊന്ന് പോയി സംസാരിച്ചൂടെ? ഇല്ല അപ്പുവാശാനെ, അന്നത്തെ പ്രശ്നത്തിൻ്റെ പറയാൻ പാടില്ലാത്തത് ഞാനും പറഞ്ഞു, മാഷും പറഞ്ഞു. ഇനിയൊരു സംസാരം മാഷുമായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല ആശാനെ. കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ അവസാനം ഒറ്റപ്പെട്ടു പോകും. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ മറക്കും. ഒന്ന് വീണു പോയാൽ പോലും ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും തിരക്കായിരിക്കും. അവൻ പറഞ്ഞതുപോലെ ഇനിയൊരു അപ്പുവാശാൻ വേണ്ടടാ നമ്മുടെ കൂട്ടത്തിൽ. അത് പറയുമ്പോൾ ആ സ്വരം എവിടേക്ക് ഇടറിയിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചുറ്റിലും ചോദ്യങ്ങളായിരുന്നു. നേരം വെളുത്ത് കുളിച്ചിറങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ഒരാളെ കാണാൻ പോവാ, എന്താവുമെന്നറിയില്ല, പോയിട്ട് വരാം. ജീപ്പ് മാഷിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ ഞാൻ കണ്ടു മുറ്റത്തെ മന്ദാരത്തിന് വെള്ളം നനക്കുകയായിരുന്നു അവൾ. എന്നെ കണ്ടപ്പോൾ ആ മുഖത്ത് വന്ന ആശ്ചര്യം ഒതുക്കി ഒരു മങ്ങിയ ചിരി സമ്മാനിച്ചു. അച്ഛനെ കാണാൻ വന്നത് അതിന് മുൻപ് തന്നോടൊന്നും സംസാരിക്കണം. നിൻ്റെ കഴുത്തിൽ മറ്റുള്ളവരുടെ താലി ചാർത്തും മുൻപ് മനസ്സുകൊണ്ട് ഞാൻ താലി ചാർത്തിയ പെണ്ണാണ് നീ. കൂടെ കൂട്ടാൻ വന്നതാണ്. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ കീറി കാറ്റിൽ പറത്തിടോ. ഈ മുഖത്ത് ഇനിയും ചിരി വേണം. ഇപ്പോൾ കണ്ട പോലല്ല, നമ്മളാദ്യം കാണുമ്പോൾ നീ എനിക്ക് സമ്മാനിക്കാനുള്ള ചിരിയില്ലേ, അതേ ചിരി.
കണ്ണിൽ നിന്നും ഉതിർന്നതും സ്നേഹമാണ് എന്നറിയാം. പഴയതൊക്കെ മറക്കാൻ സമയമെടുത്തോളൂ, ഇനിയും കാത്തിരിക്കും. പുറത്തെ ശബ്ദം കേട്ടിട്ടാവണം മാഷ് പുറത്തേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച കാരണം മൗനം മുറിയാൻ കുറച്ച് സമയമെടുത്തു. അന്നും ഒന്നുമല്ലാത്തതിൻ്റെ പേരിൽ മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഞാൻ നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ ഒന്ന് വിളിച്ചാൽ എല്ലാം വിട്ട് എൻ്റെ കൂടെ വന്നേനെ. അന്നും ഞാൻ പറഞ്ഞു പിന്മാറിയിട്ടേ ഉള്ളൂ. കൊണ്ടുപോയി നോക്കാൻ പ്രാപ്തിയില്ലാഞ്ഞിട്ടല്ല, ഒരച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാവുന്നത് കൊണ്ടാണ്. എനിക്കും ഒരു അനിയത്തിക്കുട്ടി ഉള്ളതാണ് എന്നോർത്തിട്ടാണ്. അല്ലെങ്കിലും 2 ഭാഗം ആലോചിക്കുന്നവൻ എന്നും തോറ്റിട്ടുള്ളൂ മാഷേ. ഇന്നും ഞാൻ വന്നത് എനിക്ക് വേണം മാഷേ. ഇവളെ മാഷിൻ്റെ അനുഗ്രഹത്തോടെ കാലം എത്രയായിട്ടും വേറെ ഒരാളെ പോലും എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാതിരുന്നത് ഇവളെപ്പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ടാണ്. അതുമാത്രം പോരാ മാഷ, ഇവളെ പൊന്നുപോലെ നോക്കുമെന്ന് വിശ്വസിക്കാൻ. കയ്യിൽ മുറുകെ പിടിച്ച് മാഷായിരുന്നു. ആ പിടുത്തത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ജീവിതം അങ്ങനെയാണ്. ഓർമ്മകളുടെ ചങ്ങലക്കണ്ണികൾ ഉരഞ്ഞു മനസ്സിനേറ്റ മുറിവ് ഉണങ്ങിയിരിക്കുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഫോൺ റിങ് ചെയ്തു. അനിയൻകുട്ടൻ കോളിംഗ്. ഏട്ടാ സോറി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവൻ പറഞ്ഞു മുഴിപ്പിക്കും മുൻപ് ഞാൻ പറഞ്ഞു താങ്ക്സ് അനിയൻകുട്ട, താങ്ക്സ്. ഏട്ടാ എന്തിന്? ഞാൻ ചിരിച്ചു. അവൻ അപ്പുറത്തു നിന്നും ഏട്ടാ ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാൾ ഡിസ്കണക്ട് ചെയ്തു. ജീപ്പ് പുഴക്കരയിലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിന് മുന്നിൽ നിന്നു. കൈകൾ കൂപ്പി കണ്ണടച്ചു. സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചു തന്നു. ഒരു കാലത്തും അകലാതിരിക്കട്ടെ കൃഷ്ണ.